ഇതിലും മികച്ച ഓഫർ ഇനി ഇറാന് കിട്ടാനില്ല. ഇനിയും ഇറാൻ കീഴടങ്ങാൻ തയ്യാറായില്ല എങ്കിൽ വിചാരിക്കുന്നതിലും അപ്പുറം മാരകമായ ആക്രമണം തങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ US നടത്തിയിരിക്കുന്നത്. ഇവരുടെ അവസാന ചർച്ചയിലൂടെ തന്നെ ഇത് പറയാതെ എടുത്തു പറയുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നതും. ചർച്ച തുടങ്ങും മുൻപേ തന്നെ ട്രംപ് വലിയ രീതിയിൽ ഇറാന് നേരെ പ്രകോപനകരമായ ഭീഷണികൾ മുഴക്കി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇതാകട്ടെ ചർച്ചയ്ക്ക് വലിയൊരു അടിയായി അതാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് നിരീക്ഷകരടക്കം പങ്കുവയ്ക്കുന്നത്. അവർ ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കില്ല എന്ന് തീരുമാനിച്ചു. അത് പറഞ്ഞത് ഒരു കാരണവശാൽ തന്നെ വലിയ ഒരു കരാറിലേക്ക് എത്താൻ ശ്രമിക്കവെയാണ് ഇക്കാര്യങ്ങൾ വലിയ രീതിയിൽ പറഞ്ഞിരിക്കുന്നതെന്നും ഇത് നിർഭാഗ്യവശാൽ ഒരു പുരോഗതിയും ഇതിൽ ഉണ്ടാക്കിയില്ല എന്നും എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. 40 ദിവസത്തിലേറെയായി തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഒത്തുതീർപ്പില്ലാതെ തന്നെ കഴിഞ്ഞ ആഴ്ച വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും വെടിനിർത്തൽ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് അതിന്റെ ഫലമായിട്ടാണ് ചർച്ചകൾ ആരംഭിച്ചത്. എന്നാൽ ഈ ചർച്ച ഇപ്പോൾ എങ്ങും എത്താതെ തന്നെ പാതി വഴിയിൽ നിലയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നതും. അതിനിടെ ഇറാനും അതേപോലെ പ്രോക്സികൾക്കും എതിരായ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇവിടെ അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ US ഇറാൻ ചർച്ചയിൽ ധാരണയിലെത്താൻ കഴിയില്ല എന്ന് US പ്രസിഡന്റ് JD വാൻസ് അറിയിക്കുകയും ചെയ്തു. 21 മണിക്കൂറിലേറെ മാരത്തോൺ ചർച്ച നടക്കുകയും റെഡ് ലൈൻ നിശ്ചയിച്ചെന്നും ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കരുത് എന്നതാണ് പ്രധാനമായും US വൈസ് പ്രസിഡന്റ് മുന്നോട്ട് വെച്ച മറ്റൊരാശയം. ഇത് അമേരിക്കയുടെ അവസാനത്തെ ഏറ്റവും മികച്ച ഓഫറാണ് എന്നും ഇറാൻ സ്വീകരിക്കുമോ എന്നത് അറിയാൻ കാത്തിരിക്കുകയാണ് എന്നതായിരുന്നു ഇവിടെ JD വാൻസ് പ്രതികരണം അറിയിച്ചത്. ചർച്ചയുടെ ഫലം എന്തു തന്നെയായാലും അമേരിക്ക വിജയിക്കുമെന്നും ചർച്ചയുടെ ഫലത്തെക്കുറിച്ച് തനിക്ക് ആശങ്കയില്ല എന്നതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ചർച്ച സൗഹൃദ അന്തരീക്ഷത്തിൽ പുരോഗമിച്ചെങ്കിലും അവിടെ ശുഭകരമായ വിവരങ്ങൾ ഇല്ല എന്ന് ഇറാൻ ഏജൻസികൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് JD വാൻസിന്റെ പ്രതികരണം പുറത്തുവരുന്നത്. അതിനിടെ തന്നെ നിയന്ത്രണങ്ങളോടെ തന്നെ ഹോർമൂസിൽ കപ്പൽ ഗതാഗതം തുറന്നു എന്നതായിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വിശദമാക്കിയത്. എന്നാൽ സൈനിക കപ്പലുകൾക്ക് പ്രവേശനം അനുവദിക്കില്ല എന്ന നിലപാട് അതിൽ ഉറച്ചു തന്നെയാണ് ഇറാൻ ഇപ്പോഴും നിൽക്കുന്നത്. 21 മണിക്കൂർ നീണ്ട മാരത്തോൺ ചർച്ച ഇസ്ലാമാബാദിൽ ശനിയാഴ്ച നടന്ന കൂടിക്കാഴ്ചയ്ക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഹറുമാണ് നേതൃത്വം നൽകിയത്. അമേരിക്കൻ പ്രതിനിധി സംഘത്തിൽ വാൻസിനൊപ്പം സ്റ്റീവ് വിറ്റ്കോഫ്, ജരേഡ് കുഷ്ണർ എന്നിവരും ഇറാന്റെ ഭാഗത്തു നിന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തു. ആണവ മേഖല, സാമ്പത്തിക മേഖല, സൈനിക മേഖല, നിയമമേഖല എന്നിവയിലെ പ്രധാന വിദഗ്ധരും ചർച്ചയിൽ നേർക്കുനേർ ഇതിൽ പങ്കെടുക്കുകയും ഈ നേതാക്കൾ ഇതുമായി തന്നെ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കുക, ലെബനനിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം, ഇറാന്റെ ആണവ പദ്ധതി തുടങ്ങിയ നിർണായക വിഷയങ്ങളാണ് ഈ ചർച്ച വിഷയമായത്. ആണവ വിഷയങ്ങളാണ് പ്രധാനമായും വഴിമുട്ടി നിൽക്കുന്നത്. യുറേനിയം ശേഖരം രാജ്യത്ത് നിന്ന് നീക്കാനുള്ള നിർദ്ദേശം അത് എതിർത്തത് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.